ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാത്ത് നിന്ന് ടേബിൾ ഓർഗനൈസർ ചെയ്യാൻ പോവാണ്. സോ അതിനായിട്ട് ഞാൻ മീഷോ പോയിട്ട് ഒരു ഓർഗനൈസർ വാങ്ങിനും. അതാണ് 2 എണ്ണം. അപ്പം നല്ല പ്രൈസൊക്കെ ആണ്. റേറ്റിംഗ് ഓർമ്മല്ല, 150 ആയിട്ടാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. സോ നമ്മൾ ആദ്യത്തെ ഇതിൽ തന്നെ അല്ല, രണ്ടാമത്തെ ഡ്രോയിൽ നമ്മൾ ചെയ്യുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് നമ്മൾ വെക്കലാണ്. ഐസ്ക്രീം സ്റ്റിക്ക് നമ്മൾ വെക്കാണ്. ഇതിൽ കുറേ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ട്. അതിനെ പറ്റിയുള്ള ഓർഗനൈസറും കുറേ ഉണ്ട്. ഇപ്പോഴാണ് എനിക്ക് ടേബിൾ കൊടുത്ത് ഓർഗനൈസർ ആയതും ഭയങ്കര ഒരു രസവും ഇങ്ങനെയൊക്കെ തോന്നിയത്. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ പ്ലീസ് സപ്പോർട്ട്. 1K ആയ ഗിവ് അവേ കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ ഓർഗനൈസറൊക്കെ ആയിരിക്കും. സോ ഇപ്പം തന്നെ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സോ ആദ്യം തന്നെ നമ്മൾ മൊത്തം നമുക്ക് നോക്കാം. നിങ്ങളെങ്ങനെയുണ്ട് പറയും. ഈ ഓർഗനൈസർ എങ്ങനെയുണ്ട് അങ്ങനെ ഒന്ന് പറയാം. 2 ഷെൽഫൊക്കെ ഉണ്ട് കേട്ടോ. സോ നമുക്ക് മൊത്തമായിട്ട് വെക്കാം. എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ സാധനം ഉള്ളതുകൊണ്ട് തന്നെ 2 ഓർഗനൈസറാണ് വാങ്ങി. നമുക്ക് പെൻസിലൊക്കെ, പക്ഷെ അതവിടെ വെച്ചിട്ട് എല്ലാം കൂടി വീണുപോയി. കുറച്ചും കൂടി മേലേക്ക് വെച്ച്, പിന്നെ ഇന്നൊന്ന് സ്ഥലം മാറിക്കും. അവിടെ മൊത്തം അലമ്പാണ്. ഞാൻ എല്ലാം ടേബിൾ മൊത്തം ക്ലീനാക്കി, പിന്നെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചതാണ്. അതുകൊണ്ടാണ് അവിടെ വീഡിയോ എടുക്കാത്തത്. നമുക്ക് അവിടെ എന്തെങ്കിലും പെൻസിൽ പെന്നൊക്കെ ഈ ഡ്രോയിലുണ്ട്. പിന്നെ വെള്ളം, പിന്നെ ക്ലീനിങ് ബ്രഷും ഈ ഡ്രോയിലുണ്ട്. പിന്നെ ഫെവിക്കോൾ വെച്ചു, പിന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് വെച്ചു. ഇത് മുന്നിലാണ് വെച്ചേട്ടോ. പിന്നെ 2 ടിഷ്യൂ പേപ്പർ വെച്ചു. പേപ്പറെല്ലാം ഒരു പാക്കറ്റ് മുഴുവൻ 2 എണ്ണം. പിന്നെ കുറച്ച് പകുതി ആയിരിക്കും. ഇനി നമുക്ക് ആ ഡ്രോയിൽ 2 ഡ്രോ എടുത്തിട്ട് അതിൽ വെക്കാം. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. ഞാൻ വെച്ചത് ഇതാണ്. അതിൻ്റെ പേര് സ്റ്റിക്കി നോട്ടാണ് വെച്ചത്. പിന്നെ എന്താ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, കുറേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതും വെച്ച്, ആർട്ടിൻ്റെ ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ഉണ്ട്. പിന്നെ ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കി നോട്ടും കൂടി വെച്ചിട്ട് പിങ്ക് കളറുള്ള. നമുക്ക് സെക്കൻഡ് റോയിൽ വെക്കുന്നത് ഇതൊക്കെയാണ്. നമ്മൾ ജാനുവരിക്ക് ഉപയോഗിക്കുന്ന കുറച്ച് എന്തെങ്കിലും പേപ്പേഴ്സൊക്കെയാണ്. സ്റ്റിക്കറില്ല, ഇതൊക്കെ വാൾപേപ്പർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ അവിടെ വെച്ചൊക്കെ അതിലേക്ക് ഇടാം. സെറ്റായിട്ട് വാങ്ങിയതാണ്.
അത് നമ്മൾ ഇടുന്നത് ഇതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതൊക്കെ. പിന്നെ ഇങ്ങനത്തെ സാധനമാണ്, നമുക്ക് പറിക്കാൻ പറ്റും. പിന്നെ എങ്ങനെയുണ്ട് ഈ ഓർഗനൈസർ, ഞാൻ ഓർഗനൈസായി വെച്ചതും അങ്ങനെയൊക്കെ പറയാം. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ടേബിളിലൊക്കെ വെച്ചിട്ട് അടുത്ത മുഴുവനും ഇതൊക്കെ ഉണ്ടാവും, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. മൊത്തത്തിൽ വെക്കാം. പിന്നെ ഞാൻ മെമ്മോ പാഡ് അതൊക്കെ വെച്ചിട്ട്, പിന്നെ ഇങ്ങനത്തെ പാറ്റേൺ പേപ്പേഴ്സ് വിൽക്കുന്നുണ്ട്. കുറേ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്. കുറേ ഉള്ള വിൻറ്റേജ് ആണ്. എൻ്റെ ഒരു മൂൺലൈറ്റിൻ്റെ ഒരു ഇതുണ്ട് പർപ്പിളുള്ള, അതൊക്കെ ആദ്യം വാങ്ങിയായിരുന്നു, തീരാനായി. അപ്പം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത്. വിൻറ്റേജ് ടീമിലുള്ള പർപ്പിൾ ഞാൻ വാങ്ങിയതാണ്. മൈലാഞ്ചി എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ പുറത്തായതുകൊണ്ടാണ് ഇങ്ങനത്തെ സൗണ്ടൊക്കെ. മരം മുറിക്കുന്നതും ഇത് കുറേ സൗണ്ട് ഉണ്ട്. പിന്നെ വിൻറ്റേജ് മെമ്മോ പാഡും ഉണ്ട്. ആ ഡോറിൽ ഇതൊക്കെയാണ്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ വെക്കുന്നത് ഒരു ബുക്കാണ്. പിന്നെ വെക്കുന്ന കുറച്ച് കട്ടറ്, സ്റ്റാപ്പർ, കട്ടറ്, പിന്നെ റബ്ബർ, എറേസർ ഒക്കെയാണ്. പിന്നെ ക്ലിപ്പ് വെച്ചിട്ട്, പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ രണ്ടാമത്തേൽ കുറച്ചും കൂടി ക്യൂട്ടാണ്. അത് കുറച്ചും കൂടി എല്ലാ സാധനവും വെക്കാൻ പറ്റുന്ന ഇതിലാണ് ഞാൻ ചെയ്തത്. രണ്ടാമത്തേൽ കുറച്ചും കൂടി ക്യൂട്ട് സംഭവങ്ങളാണ് വെക്കുന്നത്. ആദ്യത്തെ ഡ്രോയിൽ കളേഴ്സാണ്. ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പം 360 ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. എപ്പോഴൊക്കെ വാങ്ങിയാണ്. എന്നാലും കളറുണ്ട്. ഇതിൻ്റെ ലിങ്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്യാം. ഇനി മേലെ കൊടുക്കാം. അപ്പം നമ്മൾ അത് വെച്ചിട്ട് പെൻസിൽസ് സ്കെച്ച് വെച്ചേക്ക്. അതൊക്കെ 2 ടിക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത 2 ഇതിലും നമ്മൾ വെക്കുന്നത് പെയിൻ്റാണ്. എനിക്ക് കുറേ പെയിൻ്റ് ഉണ്ട്, ഫാബ്രിക് ഉണ്ട്, പിന്നെ അല്ലാതെ ഉണ്ട്.
പെയിൻറ് വെക്കാം. പിന്നെ ഒന്ന് പെയിൻറ് ഇല്ലാത്തതാണ്, അതിലെന്തെങ്കിലും പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തതിലും നമുക്ക് വെക്കാം. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറേ പെയിൻറ് ഉണ്ട്, അതാണ്. അതിൽ എല്ലാത്തിലും പെയിൻറ് ഉണ്ട് കേട്ടോ, തീർന്നിട്ടൊന്നുമില്ല. അല്ലാതെ വാങ്ങിയതുണ്ട്, സെറ്റായിട്ട് വാങ്ങിയതുണ്ട്. എല്ലാം അതിൽ കൊള്ളും, എനിക്കറിയില്ല, എന്തായാലും വെക്കാം. ഇതെല്ലാം വെക്കാൻ ഇപ്പം ചെയ്യുന്ന ആ ഇതിൽ മൊത്തം പുതിയതാണ്, അതിൻ്റെ മേലെ വെച്ച പുതിയതല്ല. പിന്നെ അതിൻ്റെ മേലെ വെക്കുന്ന സ്പോഞ്ച് മതിലുള്ള സാധനമൊക്കെയാണ് പെയിൻറ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റെഡിയാക്കാനൊക്കെ. സെല്ലോ ടാപ്പ് വെക്കുന്നുണ്ട്. സെല്ലോ ടാപ്പ് പിന്നെ ഒരു സ്പോഞ്ച് മതിലുള്ള. പിന്നെ വെക്കുന്നത് പിന്നെ 2 റോളിൽ വെക്കുന്നത് സ്റ്റിക്കേഴ്സാണ്. ഒന്ന് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഒന്നല്ലാത്ത സ്റ്റിക്കേഴ്സ് ഉണ്ട്. എനിക്ക് കുറേ സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ഇത് വാങ്ങിയത്. 20 ഷീറ്റ് ഉണ്ട് വരുന്നത്. പിന്നെ അടുത്തതിൽ വെക്കുന്നത് സ്റ്റിക്കേഴ്സ് തന്നെയാണ്, പക്ഷെ വേറെ സ്റ്റിക്കേഴ്സ്. വിൻറ്റേജ് എന്താ മേലെ വെച്ചതിൽ മൊത്തം ക്യൂട്ടാണ്. ഇതിൽ വിൻറ്റേജ്, പർപ്പിൾ ടീം, മൂൺലൈറ്റ് ഇതൊക്കെയാണ്. അതൊക്കെയാണ് വിൻറ്റേജ് ടീമിലെ സൈക്കിൾ സ്റ്റിക്കേഴ്സ് ഉണ്ട്. സൈക്കിൾ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ എഴുതിയ സ്റ്റിക്കേഴ്സ് ഉണ്ട്, കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. കുറച്ചൊക്കെ തീർന്ന് കേട്ടോ, എന്നാലും ഉണ്ട്. പിന്നെ ഒന്ന് സ്പെല്ലിങ്ങത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഒന്ന് ലവിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് എനിക്കധികം ഇഷ്ടമില്ല, അത് കട്ടി വരുന്ന ടീമാണ്, കട്ടിയിലുണ്ടാവും, അതെനിക്കിഷ്ടമല്ല. പിന്നെ ഫ്ലവറൊക്കെ ഉള്ളുണ്ട്. ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ചിലതൊക്കെ എൻ്റെ ബർത്ത്ഡേന് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഇതും കഴിഞ്ഞ് ഇതാണ് ഫൈനലൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതാണ് ഭയങ്കര ക്യൂട്ട്. ഫസ്റ്റ് ചെയ്ത് അധികം ക്യൂട്ടല്ല. ഇതാണ് ഗൈസ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഏതാ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതാണ് ഇഷ്ടമായ, ഞാൻ കാണിക്കുന്നത്. ലാസ്റ്റ് ഫൈനലിലേക്ക് കാണിച്ചു തരാം. എല്ലാം ടാബിൾ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ രണ്ടാമത്തേതും വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാർജറാണ്, പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. മീഷോ ഒന്ന് ഓർഡർ ചെയ്തതാണ്, അല്ല ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളത്. പക്ഷെ ഒന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒന്നുമല്ല. പിന്നെ ഗൈസ് ഞാൻ തന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ ഒരു വീഡിയോ ഇട്ടേനും വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ, അതും വെച്ചിട്ട്. പിന്നെ ഒരു ഫ്ലവറിൻ്റെത്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്.